പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ എൻ്റെ വീട്ടിലായിട്ടുള്ളത് കൊടുവള്ളി. അപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ കൊടുവള്ളി ഹെൽത്ത് സെൻറ്റർ. അവിടെ കാണിക്കാൻ പോവാണ്. 2-3 ദിവസമായിട്ട് സുഖമില്ല, ചുമയും തൊണ്ടവേദനയും കഫക്കെട്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ മാറുമെന്ന് വെച്ച് കാത്തുനിന്നു, പക്ഷേ മാറുന്നതാകുന്നില്ല. അപ്പോൾ ഒന്ന് പോയി കാണിച്ചു വരാമെന്ന് വിചാരിച്ചു. നോക്കാല്ലേ, അല്ല ബ്ലോഗ് ക്യാമറ അല്ല ഇപ്പോഴുണ്ട്. അങ്ങനെ ഞാൻ ആശുപത്രി എത്തിയിട്ടോ. അപ്പോൾ അതൊക്കെയാണ് ബിൽഡിങ്. താഴെ ബിൽഡിങ്ങാണ്, അഡ്മിറ്റൊക്കെ ചെയ്യുന്ന സ്ഥലം. മോളിലാണ്, സെൻറ്ററിൽ കാണുന്ന സ്ഥലത്താണ് നമ്മൾ ഡോക്ടറെ കാണിക്കുന്ന OP ഒക്കെ വരുന്നത് കേട്ടോ. മോളിൽ പല്ലിൻ്റെ ആശുപത്രിയാണ് വരുന്നത്. അപ്പം മാവൊക്കെ ഉണ്ടാവും. ആ മാവിലൊക്കെ നമ്മൾ ഒരുപാട് കയറി എന്താ പറയുക, ഒളർമാങ്ങയൊക്കെ കേട്ടോ. അത് നിങ്ങളെ നാട്ടിലേക്ക് എന്താ മാങ്ങക്ക് പറയാന്ന് പറഞ്ഞില്ല. നമ്മളങ്ങനെ അന്ന് വലിയ തിരക്കൊന്നുമില്ല. കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് OP ടിക്കറ്റൊക്കെ വാങ്ങി ഉള്ളിൽ കയറി കാണിച്ച്. ഉള്ളിൽ തിരക്കില്ല കേട്ടോ, OP ടിക്കറ്റിൻ്റെ അടുത്ത് മാത്രമേ തിരക്കുള്ളൂ. അപ്പം വെയിറ്റ് നോക്കാനുണ്ട്, അതേപോലെ തന്നെ ഓക്സിജൻ്റെ അളവും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് രജിസ്ട്രേഷൻ ഉണ്ട്, അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് വേണം ഡോക്ടറെ കാണിക്കാനായിട്ട്. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 3-4 പേര് മുന്നിലുണ്ട്. ഇവിടെ കാഷ്വാലിറ്റിയാണ് കേട്ടോ ഇവിടെ. അപ്പം ഇവിടെ ഇരിക്കാനുള്ള സിറ്റിങ്ങും അതേപോലെ അത്യാവശ്യം ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ ഉയർത്തി എൻ്റെ ഓക്സിജൻ്റെ അളവും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കാണിക്കാൻ വേണ്ടി വരിയിൽ നിൽക്കുക കേട്ടോ. ആദ്യം വരി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു കേട്ടോ, വിളിക്കായിരുന്നു നമ്പർ. ഇപ്പം നമ്പറിലേക്ക് കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഏതായാലും കാണിച്ച് കഴിഞ്ഞ് മരുന്ന് വാങ്ങാൻ ഭയങ്കര ക്യൂ ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്തിരുന്നു, പല്ല് കാണിക്കാനുള്ള ഷീട്ട് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല്ല് OP ഇന്നുണ്ടെന്ന് പറഞ്ഞപ്പം നമുക്ക് തിങ്കളും ബുധനും വെള്ളിയും അങ്ങനെ എന്തോ 3 OP ആണുള്ളത്. ഞാൻ പോയത് വെള്ളിയാഴ്ച ആയിരുന്നു. അപ്പം ആ OP ഉള്ള സമയത്ത് എൻ്റെ നോമ്പിന് തന്നെ ഞാൻ അടപ്പ് തുറന്നു പോയിട്ടുണ്ടായിരുന്നു പല്ല്. ഈ പല്ല് അടച്ചാൽ പെട്ടെന്ന് നിൽക്കാത്തൊരു സ്ഥലത്താണ് എൻ്റെ പല്ല് കേടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓപ്പൺ ആയി പോകും. അപ്പോൾ അത് അടിക്കുന്ന പണി തന്നെയാണ് ഇപ്പോൾ. അപ്പോൾ ഏതായാലും വെറുതെ വന്നതാണ്. അപ്പം അന്നപ്പോൾ തന്നെ അടിച്ചു തരാമെന്ന് പറഞ്ഞു. അടിച്ചു, പുറത്തിറങ്ങി. എൻ്റെ കല്യാണമൊക്കെ ആ മുകളിൽ കാണുന്ന പറമ്പെന്ന് കേട്ടോ. ആശുപത്രിൻ്റെ മുറ്റത്തു നിന്നായിരുന്നു എൻ്റെ കല്യാണം. എന്താ പറയുക, പിന്നെ ഒക്കെ കഴിഞ്ഞു. ആ മതിലിൻ്റെ അപ്പുറം തന്നെയാണ് എൻ്റെ വീട്. അപ്പോൾ കാണിച്ചു കഴിഞ്ഞു. ഇനി പല്ലിലെ ഡോക്ടറെ കാണിച്ചു. പക്ഷേ എന്താ പറയുക, ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ക്യാൻറ്റീനൊക്കെ ഉണ്ട്. ജസ്റ്റ് ചായയും ഒക്കെ കിട്ടും. പിന്നെ മുട്ടായികളൊക്കെ ഉണ്ട്. പിന്നെ കഞ്ഞി ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. വന്ന് ഞാൻ രാവിലെ വന്ന് ക്ഷീണിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ കുടിക്കാൻ കഞ്ഞിയൊക്കെ ഉണ്ട്. മരുന്ന് വാങ്ങുന്നിടത്ത് ഇപ്പോഴും തിരക്കാണ്. അപ്പോൾ എൻ്റെ നമ്പർ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മരുന്നൊക്കെ തന്ന് അങ്ങനെ ഞാൻ വീട്ടിൽ പോന്നു കേട്ടോ. അങ്ങനെ മോന് സ്കൂളൊക്കെ വിട്ട് വന്ന സമയത്ത് എനിക്ക് കോഴി വാങ്ങിയിട്ടുണ്ടായിരുന്നു സർപ്രൈസായിട്ട്. ഇത് കുറ്റിക്കാട്ടൂർ വീടാണ് കേട്ടോ. അപ്പം വീഡിയോ എന്നോ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 കോഴിക്കുട്ടികളാട്ടോ വാങ്ങിയത്. അങ്ങനെ കോഴിക്കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എന്താ പറയുക, അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ. അങ്ങനെയല്ല, ഇവിടെ കോഴിക്കൂടുണ്ട്, എന്നോ ഉപയോഗിച്ച കോഴിക്കൂടാണ്. അപ്പോൾ നല്ലോണം ഭദ്രമായിട്ട് ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ചുകൊണ്ട് ഒന്നും കേടൊന്നും വന്നിട്ടില്ല. പക്ഷേ ഉപ്പച്ചിക്ക് ചെറിയ എന്താ പറയുക, കാഞ്ഞ കൃഷിയൊക്കെ ഉണ്ട്.
അപ്പോൾ കോഴികൾ വല്ലാണ്ട് ചിക്കുന്നതുകൊണ്ട് കോഴി വേണ്ട, പിന്നെ കീരി പിടിച്ചു പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കോഴിനെ വേണ്ടാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവന് ഭയങ്കര താല്പര്യമായിരുന്നു. ഓക്കെ, ആടന്നോട്ടെ. ഹലോ ഗേയ്സ്, ഇതാണ് കേട്ടോ മോനസിന് വാങ്ങിയ കോഴിമക്കൾ. അവര് കൂട്ടിൽ നിന്ന് പുറത്താക്കിയാണ്. നമ്മളെ മൂപ്പൻ്റെ മാതിരി കേട്ടോ മോനസ് നിൽക്കണേ, കാട്ടുമൂപ്പനാ. എൻ്റെ വടിയൊക്കെ ഉണ്ട് കയ്യിൽ. കുറച്ച് ചിക്കി പറക്കി തിന്നോട്ടെ വെച്ചിട്ടും പുറത്തിട്ടാണ്. അവൻ്റെ സ്വന്തം കോഴിയാണ്, വേറെ ആർക്കും ഇറ്റ കോഴിമക്കളില്ല. അവനൊരു കർഷകൻ. നീ കർഷകനാണെന്ന് പറയും. എനിക്ക് എന്തൊക്കെ ഇഷ്ടം അത് പറയും വേഗം. എനിക്ക് എന്തൊക്കെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് പോട്. ആ ഇവിടെതാ അരി മോനെ, അരി തിന്നുന്നില്ല. അരി ഇതൊക്കെ ഇതില്ല, അരി വല്ല തിന്നുന്നില്ല. അമ്മ ഇതാക്കണതാ ഈ ചെറിയ പാത്രത്തിൽ ഉണ്ട്. ഇത് നമ്മളിതാ കഞ്ഞിക്കൂർക്കലിവിടെ നട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കിട്ടിയാൽ നല്ല അടി അടിക്കാൻ മതി. ഓല് ഉണ്ടോ, അവൾക്ക് പച്ച ഇലയൊക്കെ ഇഷ്ടം. ഞാൻ കോഴിൻ്റെ അടുത്തൊന്ന് പോയി നിൽക്ക്. കുറച്ചിട്ടൊക്കെ തിന്നണില്ല. ഞാൻ ഇട്ടെടുത്തിന്, ഞാൻ കുറേ ഇട്ടെടുത്തിട്ട് അത് കോഴിക്കേറ്റ മതി തിന്നാ. അച്ഛൻ തിന്നുന്നില്ല, അച്ഛൻ മൈൻഡ് ചെയ്യുന്നില്ല, അച്ഛക്ക് ഇഷ്ടമല്ല. പത്തിയല്ലേ അച്ഛൻ അവിടെ തിന്നട്ടെ, ഇടണ്ട. മറ്റേ കോഴിക്കളെ വന്ന് തിന്നു. നമ്മൾ ചോറക്കണ അരിയല്ലേ, വെറുതെ ചെയ്താൽ എത്തണം. എന്തിനാ ഇങ്ങോട്ട് നോക്കൊരു ഫോട്ടോ എടുക്കട്ടെ. അവിടെ നോക്ക്. നീ സംസാരിക്ക്. എനിക്ക് കോഴിനെ ഇഷ്ടമാണോ? എനിക്ക് എന്തൊക്കെ ഇഷ്ടം അത് പറ. പിന്നെ മാങ്ങ പിളിട്ട് മുളക് തേച്ച് തിന്നാൻ ഇഷ്ടമാണ്. പിന്നെ വിത്തൊക്കെ കുഴിച്ചിട്ടുണ്ടാക്കാൻ ഇഷ്ടമല്ലേ? ചെടി ഇഷ്ടമല്ലേ? മീനോ? ഞാൻ എന്തൊക്കെയോ ഓനക്ക് ഇഷ്ടമാണ്. ഓനൊരു കർഷകനാകാനാണ് ഇഷ്ടം എന്നാണ് പറയുന്നത്. കുറേ വിറകൊക്കെ ഉണ്ട്, പണിയുണ്ട്, പണിയെടുക്കാണ്ട്. ഓലയും സൈഡായതുകൊണ്ട് കോഴിനെ നോക്കിക്കേട്ടോ, അത് അവിടെ നിന്ന് പുല്ല് തിന്നുണ്ടേ. അവന് തുപ്പൽ പൊട്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒക്കെ നല്ല കാടായിനല്ലേ, അവൻ കുറച്ച് മുമ്പ് കാണിച്ച വീഡിയോയിലൊക്കെ കാടായിന്. അപ്പോൾ കാടൊക്കെ വെട്ടി വൃത്തിയാക്കിയിരിക്കുന്നു കേട്ടോ. നമ്മളെ കോഴിനെ പറപ്പിക്കാൻ വന്നിക്ക പൂങ്കോഴി. പേടിച്ചോയി കുട്ടികൾ. ഓ അവിടെ വരെ ഓടിച്ച്. നല്ല രസമുണ്ടായി, പേടിച്ചോയി കുട്ടികൾ. ഇനിയിപ്പോൾ നോക്കിയതാ, ശ്രദ്ധയോടെ നോക്കുന്നുണ്ട്. എന്നോട് നോക്കുക, കുഞ്ഞു മക്കളത്. പറത്തിച്ച് കൊത്താൻ വന്നതാ, പാവണ്ട്. ഓ വടി കൊണ്ടിങ്ങനെ നടക്കുകയാണല്ലോ. ഓരോ കോഴിമക്കളെ നോക്കി. ഹൈറ്റൊക്കെ ഇപ്പച്ചിയെ ഈ ഇലയൊക്കെ തിന്നാനാ ഇഷ്ടം. ഹൈറ്റുകൾ അരിയൊന്നും തിന്നുന്നില്ല. അരിയൊക്കെ ഇട്ടെടുത്തതാ അവിടെ. അടുത്ത വീട്ടിലെ കോഴിക്കളൊക്കെ വന്ന് തിന്നു പോയതാ. നേരത്തെ ഞാൻ ഇട്ടെടുത്തു, പോയി തിന്നില്ല. ഇതിൻ്റെ മുന്നേ എനിക്ക് എത്ര കോഴിക്കളെ ഉണ്ടായിനി? കൊടുവള്ളി 3 പെടല്ലേ ഇനിയോ? കാലിന് തൊപ്പയൊക്കെ ഉള്ളേ. പൂവങ്കോയോ? അതിൻ്റെ പേരെന്തേതായാലും ജോർദാറല്ലേ അതിൻ്റെ പേര്? ഓൻ്റെ കോയിൻ്റെ പേരൊക്കെ ഓന് കാർട്ടൂൺ കാണുന്ന ഇതിൻ്റെ പേരൊക്കെ ഇട്ടോട്ടുക.
ഇത് ഇന്ന് വാങ്ങിയാണ്, നമ്മളെ വീഡിയോ ഇട്ടിന് സർപ്രൈസ് ആയിട്ട് വാങ്ങിയാണ് കേട്ടോ. ഇപ്പച്ചി കോയിനെ വാങ്ങണ്ടെന്ന് പറഞ്ഞു. ഇപ്പച്ചി ഇവിടെ കുറേ കവുങ്ങുണ്ട്, കവുങ്ങും കൃഷി അങ്ങനെയല്ല, കവുങ്ങിനിങ്ങനെ ചാണകമൊക്കെ ഇതാക്കുന്നതുകൊണ്ട് കോഴിക്കൾ അവിടെ നിന്ന് ആ വീട്ടിലുള്ള കോഴിക്കൾ തന്നെ വന്ന് ചിക്കും. അപ്പോൾ കോഴിക്കളെ പറത്തിക്കുന്ന പണിയാണ് ഇപ്പച്ചിക്ക്. അപ്പോൾ അമ്മക്ക് കോയിനെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് സർപ്രൈസ് ആയിട്ട് ഓൻ്റെ ഉപ്പ വാങ്ങിക്കൊണ്ട് കൊടുത്താണ് എൻ്റെ കുട്ടികൾ. ഇവിടെ കോഴിക്കൂട് ഉണ്ടായിരുന്നു, അതാണ് മെയിനായിട്ട്. എന്നോ ഉള്ള കോഴിക്കൂടാ, ഉപയോഗിക്കാണ്ട് ഇട്ടിച്ചിട്ട് ഇപ്പം ഒന്നും ആയില്ല. അതുകൊണ്ട് ഒന്നും പറ്റിക്കല്ലേ കേട്ടോ. അങ്ങോട്ട് വാ മോനെ, മുഗണ്ടട, അങ്ങോട്ട് വാ, വേം വാ. അതാ 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 പഠിച്ചോനെ മോനെ, ഓരോരോ കളി കളിക്കണേ. എന്നാൽ അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ കോഴി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ.